കുറച്ച് പേര് പുറത്തുണ്ട്. അവർ ഏറ്റവും സ്നേഹത്തോടെ എല്ലാ SCMSന്റെ നല്ല ഞങ്ങളെ കടൂറ്റി പഞ്ചായത്തിനെ സഹായിക്കാനായിട്ട് കടന്നു വന്ന എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കൃഷിയുടെ ചർച്ച തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞതാണ് SCMS കോളേജിന്റെ എല്ലാവിധ സഹകരണവും. നമ്മളൊക്കെ അല്പം പതറിയപ്പോഴും അവർ പറഞ്ഞ ഒരു പ്രശ്നമില്ല, മത്സരങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് വളരെ ആത്മധൈര്യം തരികയും ഞങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്ത കുഞ്ഞനുജന്മാർക്കും അഞ്ചന്മാർക്കും പ്രത്യേകിച്ച് ഇവിടെയുള്ള അതിന്റെ ലീഡർമാർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദിയും കടപ്പാടും പഞ്ചായത്തിന് വേണ്ടി വിതരണത്തിൽ ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സാഗി ആദർശ ഗ്രാമപഞ്ചായത്താണ്. നമ്മൾ ഈ ഒരു വർഷം ഇതിന്റെ ബഹുമാനപ്പെട്ട എല്ലാ വാർഡിലും വീടിലും നമ്മുടെ പഞ്ചായത്തിനെ ചലിപ്പിക്കാൻ നല്ല സംഘാടകരായി കടന്നു വന്ന NSSന്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ 8:30 മണിക്ക് തന്നെ നമ്മളോടൊപ്പം ഇവിടെ വന്ന് നമ്മളുടെ ഓരോ കാര്യത്തിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന SCMSലെ മാഷന്മാർക്കും കുട്ടികൾക്കും കറുത്തി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ നടന്ന മത്സരങ്ങളിൽ നമ്മളാരും അറിയാതെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ജഡ്ജസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ നിന്നവരാണ് നിങ്ങളുടെ മത്സരം കണ്ടം ചെയ്തതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിന്ന് നമ്മുടെ മത്സരാർത്ഥികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ സഞ്ജു മിസ്, മനോജ് ജോ സാർ, അമൽ പി ദേവ് സാർ 3 പേരെയും, വിപിൻ സാർ 4 പേരെയും വളരെ സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജഡ്ജസ്, സ്നേഹമുള്ളവരെ, നമ്മളെക്കുറിച്ച് നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് അവരുടെ ഒരു അവലോകനോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജഡ്ജസിന്റെ ഓരോ പ്രതിനിധികളെയും ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഹലോ ഹലോ ഒന്നും പറയാനില്ല, വാക്കുകളില്ല എന്ന് എന്നോട് പറയാം. ഏറ്റവും തിരക്കേറിയ, എല്ലാവരും വളരെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിലെ നന്മയുടെ നിർവ്വളമായ ഈ ജനങ്ങളെ ഒത്തുകൂട്ടി, അതോടൊപ്പം തന്നെ യങ് ബ്ലഡിനെ, SCMSലെ ചോരത്തിളപ്പുള്ള ഈ കുട്ടികളെ കൂടി അതിന്റെ ഭാഗമാക്കാക്കുവാൻ ഇറങ്ങി തിരിച്ച സാഗി ആദർശ ഗ്രാമം ടീമിന്റെ, എസ്പെഷ്യലി ഇദ്ദേഹത്തിന് ഞാൻ ഇന്നാണ് കാണുന്നത്, എനർജിയുടെ വേറൊരു പര്യായം എന്ന് വേണമെങ്കിൽ പറയാം. സംതിങ് സ്പെഷ്യൽ വിത്ത് യു. നല്ലൊരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കുക. നമ്മൾ പറയില്ലേ, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് കരിങ്കുരങ്ങ്. മനുഷ്യരിലുമുണ്ട് ഇമാതിരി ആളുകൾ. അതിലൊരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ബാബു PA. ഞാൻ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ശരിക്കും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. ചെറുപ്പക്കാര് താങ്കളുടെ ഒപ്പം ഓടിയെത്തില്ല. ഓക്കെ, എനിവേ ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ നമ്മൾ കൈയടിച്ചുകൊണ്ട് മാത്രമല്ല നമ്മുടെ സാന്നിധ്യം കൊണ്ടും എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുകയാണ്. സുജയ് സാറാണ് എന്നെ വിളിച്ചത്. ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരു ചെറിയ വെടിക്കെട്ടാണ് SCMS എഞ്ചിനീയറിംഗ് കോളേജിലെ സുജയ് സാറും അദ്ദേഹത്തിന്റെ ടീമും. ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റും ഇല്ലാതെ, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, ഹി ഈസ് റെഡി ടു ഡു എനിത്തിങ് ഫോർ അതേഴ്സ്. എന്തും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ മണ്ണും എന്താ പറയാ മെയ്യും മനസ്സും കൊടുത്ത് അത് വീട്ടുകാരെ പരിപേക്ഷിക്കും. എനിവേ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഭാഗമാക്കാൻ സാധിച്ചതിൽ എല്ലാവർക്കും, ഇതിന്റെ സംഘാടകർക്കും നാട്ടുകാർക്കും SCMSന്റെ പേരിലും എന്റെ സുഹൃത്തുക്കളുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഓൾ ദി ബെസ്റ്റ്. ഒന്നും പറയാനില്ല. അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇനി അങ്ങോട്ട് ഭാവിയിലും ഇതിന്റെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുന്നത് വളരെ സന്തോഷം. അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.
നമസ്കാരം. ഞാനിതുപോലെ ഒരു പാടത്തിന് നടുക്കൊന്ന് വന്നതാണ്. പക്ഷെ ഇപ്പൊ ആ പാടത്ത് മുഴുവനും കപ്പ കൂട്ടിയേക്കുക. കാരണം കൃഷി ചെയ്യാനായിട്ട് ആളില്ല. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. സുജയ് സാറ് വിളിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, വരണമെന്ന് വന്നു. പക്ഷെ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ആദ്യം നന്ദി. പിന്നെ ഈ പറഞ്ഞ പുതുതലമുറയെ ഇതിൻ്റെ അകത്തേക്ക് ഒരു കൃഷിയുടെ നന്മകളിലേക്ക് കൈപിടിച്ച് ചേർക്കാൻ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ടിനെ ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ നാട്ടിലെ മുഴുവൻ കുഞ്ഞുങ്ങളും കൃഷിയുടെ പാഠങ്ങൾ അറിഞ്ഞു തന്നെ വളരട്ടെ. വിഷരഹിതമായ നന്മ നിറഞ്ഞ ഒരു പ്രകൃതി നമുക്ക് ചുറ്റും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവട്ടെ. എൻ്റെ പേര് സുജയ് എന്നാണ്. ഞാനാണ് NSSൻ്റെ പ്രോഗ്രാം ഓഫീസറാണ്. ഈ 2-3 ആഴ്ച മുമ്പാണ് ഇത്രയും ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞത്. കൂടെ എൻ്റെ കൂടെയുള്ള രാകേഷ് സാറ് മീറ്റിങ്ങിനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, കൂടെ വിപിൻ സാറ് മീറ്റിങ്ങിനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഞാൻ ചാലക്കുടിയിലാണ് വളർന്നത്. ചാലക്കുടി പറയുമ്പോൾ അടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന പാടങ്ങളൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. എൻ്റെ അമ്മ ചാലക്കുടിയിലെ നഗരസഭയിലെ മികച്ച കർഷകയായിട്ട് സെലക്ട് ചെയ്തതാണ് എൻ്റെ അമ്മ. പക്ഷെ അമ്മ മട്ടുപാൽ കൃഷി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ വന്നിരുന്ന ഒരു അരമണിക്കൂർ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇന്ന് ഞാൻ കൂടെയുള്ള സാറുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വെറുതെ റോഡിൽ കൂടെ മാത്രമല്ല ഞങ്ങൾ യാത്ര ചെയ്ത് പോകാറുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ സാറുമാർ ചോദിച്ച ഡയലോഗാണ്, കറുകുറ്റിയിൽ ഇത്രയും നല്ല രസമുള്ള സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് വന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകുന്ന സ്ഥലം ഇതിനേക്കാൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിപ്പോൾ ലാസ്റ്റാണ് ഒരു പാടത്തുനിന്ന് പുറത്തേക്ക് കയറിയത്. അത്രയും നേരം പാടത്തും അവിടെയും നടക്കായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, സത്യം പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാണാനും ഒന്ന് മനസ്സ് റിലാക്സ് ആക്കാനും. അതിനേക്കാൾ ഉപരി നാളത്തെ ഭക്ഷണമാണത്. നമ്മൾ വേറെ സംസ്ഥാനത്തുള്ള ഭക്ഷണങ്ങളും പച്ചക്കറിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരെയും അവരെ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഈ കൃഷിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരെയും തൊഴാനാണ് തോന്നുന്നത്. നിങ്ങളെല്ലാവരും നല്ല കർഷകരായിരിക്കുക. ഞങ്ങളൊരു വാക്ക് തരാണ്, അടുത്ത പ്രാവശ്യം ഇവിടെ കൃഷി ഇറക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരാണ്. ഞങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങളും ഇവിടെ വരും, പാട്ട് പാടും. ഞങ്ങളിവിടെ കപ്പ പറിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇവിടെ കൃഷി ചെയ്തിട്ട് പോകണം നല്ല ആഗ്രഹമുണ്ട്. അന്നും എല്ലാവരും വരില്ലേ? ഓക്കെ. സോ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ കോമ്പറ്റീഷനൊക്കെ ഞങ്ങൾ പേപ്പറിൽ എഴുതിയപ്പോൾ ഇതൊക്കെ ശരിയാവുമോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടുത്തെ ആവേശങ്ങൾ ചാലി നുമ്മിൻ പീഡിച്ചേ ഒറ്റൽ കുത്തി കൂടം കലക്കി പെണ്ണ് ഓമന ചാലി നുമ്മിൻ പീഡിച്ചേ തന്തിന താനാരെ താനാതി നന്ദാരെ തന്തിന താനാരെ താനാരെ തന്തിന താനാരെ താനാതി നന്ദാരെ തന്തിന താനാരെ താനാരെ ഒറ്റൽ കുത്തി കൂടം കലക്കി പെണ്ണ് ഓമന ചാലി നുമ്മിൻ പീഡിച്ചേ ഒറ്റൽ കുത്തി കൂടം കലക്കി പെണ്ണ് ഓമന ചാലി നുമ്മി പിടിച്ചേ തന്തിന താനാരെ താനാതി നന്ദാരെ തന്തിന താനാരെ താനാരെ തന്തിന താനാരെ താനാതി നന്ദാരെ തന്തിന താനാരെ താനാരെ കൂടണ്ടട മീനേ ചാടണ്ടട മീനേ ഓടിച്ചാടി കളിക്കണ്ടട മീനേ ഓടിച്ചാടി കളിച്ചോരാമേ നിന്ന് കൂട്ടാൻ ചട്ടിയിൽ ഒളിച്ചിരുന്നേ തന്തിന താനാരെ താനാതി
തന്ദിന താനാരേ താനാനാരേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ ഓടണ്ടട മീനേ ചാടണ്ടട മീനേ ഓടിച്ചാടി കളിക്കണ്ട മീനേ ഓടിച്ചാടി കളിച്ചോരാ മീനെന്ന് കൂട്ടാൻ ചട്ടിലൊളിച്ചിരുന്നേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ ആടി തൂങ്ങി കളിക്കണ്ടട മാങ്ങേ ആടി തൂങ്ങി കളിച്ചോരാ മാങ്ങിന്ന് അമ്മിട മേളിൽ ഒളിച്ചിരുന്നേ തന്ദിന താനാരേ താനാനാരേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ ആടി തൂങ്ങി കളിക്കണ്ട മാങ്ങേ ആടി തൂങ്ങി കളിച്ചോര മാങ്ങിന്ന് അമ്മിടെ മേളിൽ ഒളിച്ചിരുന്നേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ ആടണ്ടട തേങ്ങേ തൂങ്ങണ്ടട തേങ്ങേ ആടി തൂങ്ങി കളിക്കണ്ടട തേങ്ങേ ആടി തൂങ്ങി കളിച്ചോരാ തേങ്ങിന്ന് അമ്മിട മേളിൽ ഒളിച്ചിരുന്നേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ ആടണ്ടട തേങ്ങേ തൂങ്ങണ്ടട തേങ്ങേ ആടി തൂങ്ങി കളിക്കണ്ട തേങ്ങേ ആടി തൂങ്ങി കളിച്ചോരാ തേങ്ങിന്ന് അമ്മിനെ മോളിൽ ഒളിച്ചിരുന്നേ തന്ദിന താനാരേ താനാതീനന്താരേ തന്ദിന താനാരേ താനാനാരേ 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 തന്ദാനേ താരാ തിര തന്ദാനം താരാ തന്ദാനേ താരാ തിര തന്ദാനം താരാ തന്ദാനേ താരാ തിര തന്ദാനം താരാ ആദിയില്ലല്ലോ അനന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അനന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ഇരുമില്ലല്ലോ വെളിവുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ഇരുമില്ലല്ലോ വെളിവുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തെയ്യരയ തെയ്യരയ തെയ്യര തെയ്യര തെയ്യരയം തന്ദാനേ താരാ തിര തന്ദാനം താരാ തന്ദാനേ താരാ തിര തന്ദാനം താരാ ൂമില്ലല്ലോ ഉറക്കമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ൂമില്ലല്ലോ ഉറക്കമില്ലല്ലോ കാലം പോയ യുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തെയ്യരയം തെയ്യരയം തെയ്യര തെയ്യര തെയ്യരയം തന്ദാനേ താരാ തിര തന്ദാനം താരാ തന്ദാനേ താരാ തിര തന്ദാനം താരാ ഒച്ചയില്ലല്ലോ ചെയ്യില്ലല്ലോ കാലം പോയ യുഗത്തിൽ ഒച്ചയില്ലല്ലോ ചെയ്യില്ലല്ലോ കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അനന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തീയരയും തീയരയും തീയര തീയര തീയരയും തന്ദാനേ താരാ തിര തന്ദാനം താരാ തന്ദാനേ താരാ തിര തന്ദാനം താരാ ആദിയോളം വന്നയ്യോ നൂല് താനയ്യോ താനരുള് ആദിയോളം നൂല് വന്നയ്യോ നൂല് താനയ്യോ താനരുള് ആദിമൊട്ടാ വിണ്ടുപൊട്ടി കീഴുലോകം പൊട്ടിയല്ലോ ആദിമൊട്ടാ വിണ്ടുപൊട്ടി കീഴുലോകം പൊട്ടിയല്ലോ തെയ്യരയം തെയ്യരയം തെയ്യര തെയ്യര തെയ്യരയം തന്ദാനേ താരാ തിര തന്ദാനം താരാ തന്ദാനേ താരാ തിര തന്ദാനം താരാ ശർക്കര കോഴി സമർത്ഥരും മഞ്ജു മങ്ങാതു ചേർന്നു
കിടന്ന കാലം സക്കര കോഴി സമത്തരും മഞ്ചും അങ്ങോട്ടും ചേർന്നു കിടന്ന കാലം ഇരുളുമില്ലല്ലോ വെളുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളുമില്ലല്ലോ കാലം പോയ യുഗത്തിൽ തെയ്യരയം തെയ്യരയം തെയ്യര തെയ്യര തെയ്യരയം തന്നാനേ താരാ തന്നാനം താരാ തന്നാനേ താരാ തന്നാനം താരാ ചുണ്ടുവെച്ചല്ലോ നേരിവെച്ചല്ലോ നേരികളും കൂടി വരം കൊടുത്തേ ചുണ്ടുവെച്ചല്ലോ നേരാകി വെച്ചല്ലോ നേരികളും കൂടി വരം കൊടുത്തേ പോതകരിയോ നീലകരിയോ മന്ദനാരുക്കു വരം കൊടുത്തേ പോതകരിയോ നീലകരിയോ മന്ദനാരുക്കു വരം കൊടുത്തേ